നമസ്കാരം. ന്യൂയോർക്ക് മോഡൽ റോഡ് കേരളത്തിൽ കണ്ട് അതിശയിച്ച കുട്ടിയുടെ കഥ പഴകി തുടങ്ങിയതായിട്ട് നേതാക്കൾക്ക്, പ്രത്യേകിച്ച് മന്ത്രിമാർക്കൊക്കെ അനുഭവപ്പെട്ടു തുടങ്ങി. അതുകൊണ്ട് തന്നെ പുതിയ ഒരു കുട്ടിക്കഥ, അതായത് ഒരു കുട്ടിയുടെ കഥ ബാലഗോപാലൻ ചേട്ടൻ ഇറക്കിയിരിക്കുക. മരണത്തിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ ഒരു കൊച്ചുകുഞ്ഞ് അവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും കൂടെ ഞാൻ ഇരിക്കുകയാണ്. സ്ത്രീകളുടെ കൂടെയാണ്, കൂടുതൽ സ്ത്രീകളാണുള്ളത് അവിടെ. നമ്മൾ സ്ത്രീപക്ഷക്കാരാണല്ലോ. അപ്പൊ എവിടെങ്കിലും ചെന്നിരുന്നാലും സ്ത്രീകളുടെ കൂട്ടത്തിലേ ഇരിക്കുള്ളൂ. എന്റെ അമ്മമ്മ എന്നെ പരിചയപ്പെട്ടു. ഇതാരാന്നറിയാവോ? അപ്പൊ ഇത് മന്ത്രി, അമ്മമ്മയ്ക്ക് പെൻഷൻ തരുന്ന മന്ത്രിയാണെന്ന് പറഞ്ഞു. എനിക്ക് ടെൻഷൻ തരുന്ന മന്ത്രി എന്നായിരിക്കും പറഞ്ഞ, പെൻഷൻ തെറ്റിക്കേട്ടതായിരിക്കും. എനിക്ക് ഏറ്റവും അഭിമാനം തോന്നിയ ഒരു കാര്യമാണ്. പിന്നെ കുടിശ്ശികയില്ലാതെ പെൻഷൻ കൊടുത്ത നമുക്ക് അഭിമാനത്തോടെ കുറച്ചും കൂടെ ഞെളിയാണ്. പിന്നെ മന്ത്രിയുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്ന പെൻഷൻ ആയതുകൊണ്ട് അതിന്റെ ഒരു എക്സ്ട്രാ ഞെളിയലും കൂടെ ആവാം. 4 വോട്ടിന് വേണ്ടി തള്ളുന്നതിന് യാതൊരു പരിധികളും ഇല്ല എന്ന് ബാലഗോപാലൻ ചേട്ടൻ കൂടി തെളിയിക്കുകയാണ്. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഈ കൊച്ചു കുഞ്ഞിനെ എങ്ങനെ അറിയാം പെൻഷന്റെ കാര്യം? ബഹുത് അച്ഛാ സ്ക്രിപ്റ്റ് ഹേ, നന്നായിരിക്കുന്ന സ്ക്രിപ്റ്റ്. അവ പറഞ്ഞു, പെൻഷൻ കിട്ടുമ്പോ ഇവന് മുട്ടായിയോ ഒക്കെ മേടിച്ചു കൊടുക്കും, അതുകൊണ്ട് പെൻഷന്റെ കാര്യം കുഞ്ഞുങ്ങൾക്ക് അറിയാം. അപ്പൊ പെൻഷൻ തരാമെന്നും പറഞ്ഞ് 9-9.5 കൊല്ലം മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഇന്ധന സെസ് എന്നും പറഞ്ഞ് അന്യായമായിട്ട് പൈസ പിരിച്ച് നിങ്ങൾ വീട്ടിൽ പുട്ടടിച്ച കാര്യമൊക്കെ പിള്ളേർക്ക് അറിയായിരിക്കും അല്ലേ? അല്ല, പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കഥകളും അറിയാമെങ്കിൽ കുട്ടികൾക്ക് ഈ വക കാര്യങ്ങളും അറിയണമല്ലോ, അറിഞ്ഞിരിക്കണമല്ലോ. കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന അവർ വെച്ചിരുന്നത് 88,000 കോടി രൂപ. ഈ പ്രാവശ്യം വെറും 30,000 കോടിയേ ഉള്ളൂ. പണം ഇല്ലാതാക്കി. എത്ര കിട്ടിയാലും നമുക്ക് തികയത്തില്ലല്ലോ ചേട്ടാ. 88,000 കോടിയല്ല, 99,000 കോടി കിട്ടിയാലും നമ്മുടെ ചെലവിന് തികയുമോ? അത് 1000 കോടി എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ച് വലിയൊരു തുകയാണ്. 1000 കോടി രൂപ മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചിട്ടാണ്. ബഡ്ജറ്റ് രഹസ്യമാണ്, മുഖ്യമന്ത്രി ധനകാര്യമന്ത്രി മാത്രമേ അറിയത്തുള്ളൂ. എന്താ പരമരഹസ്യമായിട്ടൊരു തീരുമാനം എടുത്തു. കാരണം ബൂർഷ്വാ ശക്തികളൊക്കെ അറിഞ്ഞാൽ പെൻഷൻ കൊടുക്കുന്നത് തടസ്സപ്പെടുത്തും. അതുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ എങ്ങനെ രക്ഷിക്കുക, അത് അതീവ രഹസ്യമായിട്ട് വേണം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും കൂടെ ഒരു രഹസ്യ യോഗം ചേർന്നു. ആരും അറിഞ്ഞില്ല. ഇപ്പോഴാണ് ആ രഹസ്യ എണ്ണം പരസ്യമാക്കുന്നത്. ചോപ്പുന്നീലെ നേരിയതും പൊതച്ചുകൊണ്ട് വിളിച്ച് പറയുന്ന പറച്ചില്. തൊഴിലുറപ്പെന്ന് പറയുന്ന സമ്പ്രദായത്തെ ഇല്ലാതാക്കാൻ കേന്ദ്രം തീരുമാനിച്ചാലും കേരളം അത് സംരക്ഷിക്കാൻ പരമാവധി ശ്രമിക്കുമെന്ന് പ്രഖ്യാപിച്ചൊരു കാര്യമാണ്. വളരെ സേഫ് ആയിട്ടാണ് സംസാരിച്ച് വെക്കുന്നത്. തള്ളിമറിക്കുകയാണെങ്കിലും അറിയാം നാളെ ഇതൊക്കെ നമുക്ക് നേരെയുള്ള ആയുധങ്ങളായിട്ട് മാറാം. അത് നോക്കിയും കണ്ടുവാ. കേന്ദ്രം തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ആ ശ്രമത്തെ തടയാൻ കേരളം ശ്രമിക്കുമെന്ന് പ്രഖ്യാപിച്ചു. എത്ര സേഫായിട്ടാ തള്ളുന്നതെന്ന് നോക്കിക്കേ. അപ്പൊ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംരക്ഷിക്കാൻ, ഓരോ വീട്ടിലെയും കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഞങ്ങളെല്ലാം നടത്തുന്നത്. നിങ്ങൾ വേറെ ആർക്കും വോട്ട് കൊടുക്കല്ലേ. നിങ്ങളുടെയൊക്കെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയാണ് ബുദ്ധിമുട്ടി സ്ഥാനാർത്ഥിയായിട്ട് പിന്നെ അണ്ണം നിൽക്കുന്നത്. കൊട്ടാരക്കരയുടെ MLA എന്ന നിലയിലാണ് ഞാൻ ധനകാര്യമന്ത്രി ആയത്. കൊട്ടാരക്കരയുടെ MLA എന്നുള്ള നിലയിലാണ് ധനകാര്യമന്ത്രി ആയത്. അതുകൊണ്ട് ഒന്നും വയറ്റിപ്പഴപ്പിന് പോലുള്ളതൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇനിയും നിങ്ങളെ സേവിക്കണം എന്നുള്ള ത്വര അടക്കാൻ പറ്റാതെ ജനങ്ങൾക്ക് വേണ്ടി അണ്ണൻ ബുദ്ധിമുട്ടാൻ തയ്യാറാ. നിങ്ങളൊക്കെ ഒന്ന് നിർബന്ധിച്ച അണ്ണൻ അടുത്തും വീണ്ടും MLA ആയി കളയും കേട്ടോ. ആ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇപ്പോൾ ഓണത്തിന് പ്രത്യേക ബോണസ് ഉൾപ്പെടെ അനുവദിക്കുന്ന കേരളത്തിലേ ഉള്ളൂ. അത് ടീച്ചർമാർ ഇറക്കിയ സാധനമല്ലേ, വൈറലായിരുന്നു. അത് വിട്ടോ. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നതിന് ഇവിടുന്ന് MLA ആയ ഒരാളെന്ന നിലയിൽ, നിങ്ങളൊപ്പം നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റി എന്നുള്ള പാവങ്ങൾ, ആ അടുത്ത് നിൽക്കുന്ന പാവങ്ങൾ മരണവീട്ടിൽ നിൽക്കുന്ന പോലെ നിൽക്കുക. എത്ര മാസം അതുങ്ങൾക്ക് കുടിശ്ശിക ഇട്ട് 2,500 3,000 ഒക്കെ പ്രഖ്യാപിച്ചിട്ട് ഈ അടുത്ത ദിവസമല്ലേ 100-300 രൂപ കൂട്ടി 600 അത്രയും കൂട്ടി കൊടുക്കാൻ തുടങ്ങിയത്. അത്രയും നാള് ജനങ്ങളെ ഇന്ധന സെസ് എന്നും പറഞ്ഞ് അതും പിഴിഞ്ഞ് ഇവർക്കിട്ട് കൊടുത്തതും ഇല്ല. നോട്ടടിക്കുന്ന മെഷീൻ ഓരോരുത്തർക്ക് വാങ്ങിക്കാൻ എത്ര കോടി ചെലവായെന്നും കൂടെ ഒന്ന് കണക്കി കാണിച്ചേക്കണേ കടകാര്യമന്ത്രി. നിങ്ങളാണ് കെട്ടിവെക്കാനായിട്ട് ഈ പണം തന്നത്, തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. അത് കൈ പൊള്ളുന്നില്ല എണ്ണ. അത് വാങ്ങിച്ചപ്പം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് കെട്ടിവെക്കാനുള്ള തുക വാങ്ങിക്കുക. ഒന്നാമത്തെ കാര്യം, ഇവരൊക്കെ ദരിദ്രരാണല്ലോ. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ സമ്പാദ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും വിങ്ങി പൊട്ടിപ്പോയി കേരളം. സ്വന്തമായിട്ട് ഒന്നും ഇല്ലാത്ത മനുഷ്യനാ ഈ 10-40 വണ്ടി എസ്കോർട്ടിൽ നടുക്ക് മാസാമാസം മാറുന്ന കാറിൽ പായുന്നത്. കണ്ടാ പറയുമോ ഇത്രയും ദാരിദ്ര്യമാണെന്ന്? അറിഞ്ഞിട്ടെങ്കിൽ നമ്മൾ പിരിവിട്ട് മാസം ചെലവിനുള്ള പൈസ കൊടുത്തേനല്ലേ. എല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് വേണ്ടി ഏറ്റവും സജീവമായി പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതെ, ഇത്രയും നാള് മന്ത്രിയുടെ വീട്ടിൽ അരി വാങ്ങിക്കാനുള്ള പൈസ എടുത്താണ് നാട്ടുകാർക്ക് പെൻഷനായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. ആ ഒരു നന്ദിയും കടപ്പാടും ഓർമ്മ എല്ലാവർക്കും വേണം. അതുകൊണ്ടാണ് വോട്ട് ഇത്രയും ധൈര്യത്തോടെ മനുഷ്യരുടെ മുന്നിൽ നിന്ന് ചോദിക്കുന്നത്. ഞാൻ ചോദിച്ചു, ഈ കൊച്ചു കുഞ്ഞിനെ എങ്ങനെ അറിയാം പെൻഷന്റെ കാര്യം? അവ പറഞ്ഞു, പെൻഷൻ കിട്ടുമ്പോൾ ഇവന് മുട്ടായിയോ ഒക്കെ മേടിച്ചു കൊടുക്കും. ബാലഗോപാലൻ ചേട്ടാ, ഞാൻ പറഞ്ഞിട്ട് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ബാക്കിയുള്ളവരെയും കൂടെ ഒക്കെ ഒന്ന് മനസ്സിലാക്കാനൊരു സാഹചര്യം കൊടുക്കണ്ടേ? അതായത് മന്ത്രിയാണ് ടെൻഷൻ മന്ത്രി, അല്ല പെൻഷൻ കൊടുത്ത മന്ത്രി എന്ന് കൊച്ചു മനസ്സിലാക്കി
അപ്പോൾ ഇനി ഓരോരുത്തർ മാറി മാറി വരുമ്പോഴേ നമ്മുടെ മറ്റ് രാഷ്ട്രീയ നേതാക്കളെയും കൂടെ കുട്ടികൾ തിരിച്ചറിയാനും മനസ്സിലാക്കാനും ഒക്കെ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണ്ടേ? എനിക്ക് ഏറ്റവും അഭിമാനം തോന്നിയൊരു കാര്യമാണ് 6 ലക്ഷം കോടിയുടെ കടക്കണിയിലോട്ട് കേരളത്തെ തള്ളി വിട്ടിട്ട് വീണ്ടും ജനങ്ങളുടെ നടുക്ക് നിന്ന് അവരുടെ പൈസ കെട്ടിവെച്ച് ഒരു എളുപ്പമില്ലാതെ ഇളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കടകാര്യ വകുപ്പ് മന്ത്രി. അല്ല, കടകാര്യമന്ത്രി ഇപ്പോൾ നാട്ടുകാരുടെ പെൻഷന് വേണ്ടി നിങ്ങൾ ത്യാഗം ചെയ്ത കാര്യമൊക്കെ പറഞ്ഞല്ലോ. ഇതിനിടയ്ക്ക് നിങ്ങൾ കോടതിയിൽ പോയൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ. ഹൈക്കോടതിയിൽ ഒരു കാര്യം പറഞ്ഞില്ലേ? എന്തായിരുന്നു? മറന്നു കാണുമല്ലേ? പെൻഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഔദാര്യമാണെന്ന്, നിങ്ങളുടെ ഔദാര്യം. അപ്പോൾ നിങ്ങളുടെ ഔദാര്യത്തിന് വേണ്ടി കാത്തു കെട്ടി കിടന്നിട്ട് അത് കൈനീട്ടി വാങ്ങിക്കണമെങ്കിൽ ഞങ്ങളാരാ? പിച്ചക്കാർ അല്ലേ? ഞങ്ങളത് നിങ്ങളുടെ ഔദാര്യമാണ് കൈനീട്ടി വാങ്ങിക്കുന്നത്. ഞങ്ങൾ ദരിദ്രവാസികൾ. മറ്റൊരുത്തൻ്റെ കയ്യിരിക്കുന്ന പൈസ ഔദാര്യം ഗതികെട്ട് കൈനീട്ടി വാങ്ങിക്കണമെങ്കിൽ അതിദരിദ്രരാണ്. അതിദരിദ്രർ ഇവിടെ ഇല്ലെന്ന് നിങ്ങൾ പറയുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഔദാര്യത്തിന് വേണ്ടി കാത്തു കെട്ടി കിടക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളും ഉണ്ട്. നിങ്ങളുടെ ആ പിച്ചക്കാശ് കിട്ടിയിട്ട് സ്വന്തം പേര കുഞ്ഞുങ്ങൾക്ക് ഒരു മിഠായി വാങ്ങിച്ചു കൊടുക്കേണ്ട ഗതികേടിലുള്ള ദരിദ്രർ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിദാരിദ്ര്യം എവിടെ തുടച്ചു നീക്കിയേ? തുല്യം ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകർക്ക് വലിയ അഭിമാനം ഉണ്ടാവുന്നുണ്ട്. തള്ളൊന്നും പഴയമാതിരി ഏക്കുന്നില്ലെന്ന് ഇവന്മാർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ വേറെ ഒരു മാർഗവും ഇല്ല. വായി കിടക്കുന്ന നാക്ക് മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ഇത് പ്രഖ്യാപിച്ചതിൻ്റെ രഹസ്യം എന്താണെന്ന് മനസ്സിലായില്ലേ? ഇലക്ഷനൊക്കെ പ്രഖ്യാപിച്ചതിൻ്റെ രംഗം ഓരോ മിനിറ്റ് ചെല്ലുന്നതോറും വശവശലായിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് എത്ര പെട്ടെന്ന് നിങ്ങളിനി നടത്തിയാലും നിൽക്കുന്ന നിപ്പി നാട്ടുകാരെ കത്തിവെച്ച് വോട്ട് ചെയ്യിപ്പിച്ചാലും കുത്തണ്ടടത്തെ നാട്ടുകാർ കുത്തത്തുള്ളൂ. അതുകൊണ്ട് തൊഴിലുറപ്പെന്ന് പറയുന്ന സമ്പ്രദായത്തെ ഇല്ലാതാക്കാൻ കേന്ദ്രം തീരുമാനിച്ചാലും. പിന്നെ ഒരു കാര്യം കൂടെ, നിങ്ങളുടെ ഈ ഉടായ്പ പരിപാടികളെല്ലാം കൂടി അത് സഹി കെട്ടിട്ടാണ് കേന്ദ്രം ഇപ്പം നേരിട്ട് തൊഴിലുറപ്പുകാർക്ക് പൈസ കൊടുക്കുന്നത്. നിങ്ങളുടെ കൈവഴി മറിഞ്ഞു പോയാൽ ഞങ്ങളുടെയൊക്കെ കുടുംബത്തിലെ അലമാരെ എടുത്തുകൊണ്ട് തരുന്നതാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്. അങ്ങനെ ഇട്ട് കൊടുക്കാൻ തുടങ്ങിയിട്ട് അവരുടെ ഇടയിൽ നിന്നത് പറയണമെങ്കിൽ കുറഞ്ഞതൊന്നും പോരെണ്ണ കയ്യിലെ തൊലിയുടെ കട്ടി. ഇതാരാന്നറിയാവോ? അപ്പം ഇത് മന്ത്രി അമ്മമ്മയ്ക്ക് പെൻഷൻ തരുന്ന മന്ത്രിയാണെന്ന് പറഞ്ഞു. എനിക്ക് ഏറ്റവും അഭിമാനം തോന്നിയൊരു കാര്യമാണ്. മഴയെന്നോ വെയിലെന്നോ നോക്കാതെ പാറ പൊട്ടിച്ചു കൊണ്ടുവന്ന് അത് കൂട്ടിവെച്ച് ആ പൈസ കൂട്ടിവെച്ചാണ് നാട്ടുകാർക്ക് പെൻഷൻ കൊടുക്കുന്നത്. നശിച്ച വർഗം. അമേരിക്കയിൽ നിന്ന് വന്ന കൊച്ചിൻ്റെ അത്ഭുതം, അമ്മൂമ്മയുടെ പെൻഷൻ കണ്ട കൊച്ചിൻ്റെ അത്ഭുതം. ഇങ്ങനെ പിള്ളേരുടെ അത്ഭുത കഥകളൊക്കെ ഇനി നിർത്ത്. എന്നിട്ട് വരാനിരിക്കുന്ന മഹാത്ഭുതത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യും.